ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. 27 വർഷത്തിന് ശേഷം ഡൽഹി ഭരണം തിരിച്ചുപിടിച്ച് BJP. അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ഉൾപ്പെടെ ആപ്പിന്റെ മുൻനിര നേതാക്കളെല്ലാം തോറ്റു തുന്നം പാടി. ആശ്വാസ ജയം നേടിയത് അതിഷി മാത്രം. മൂന്നാം വട്ടവും കോൺഗ്രസ് ഡൽഹിയിൽ നിലം തൊട്ടില്ല. 48 സീറ്റുകൾ BJP നേടിയപ്പോൾ ആം ആദ്മി പാർട്ടി 22ലേക്ക് ഒതുങ്ങി. രാജ്യം ഭരിച്ചിട്ടും രാജ്യതലസ്ഥാനത്തെ ഭരണം പിടിച്ചില്ലെന്ന പരിഹാസം ഇനി BJPക്ക് കേൾക്കേണ്ട. ഡൽഹിയിൽ ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന BJPയുടെ സ്വപ്നം ജനത നെഞ്ചിലേറ്റി. ഡൽഹിയിൽ BJPയുടെ ഏറ്റവും മികച്ച പ്രകടനമാണിത്. വിജയമുറപ്പിച്ചതോടെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും സർക്കാർ രൂപീകരണത്തിലും BJP ചർച്ചകൾ തുടങ്ങി. പർവേഷ് വർമ്മ, മഞ്ജീന്ദർ സിർസ, വിജേന്ദർ ഗുപ്ത എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. भारतीय जनता पार्टी के कार्यकर्ताओं ने पिछले 2-2.5 साल से लगातार अरविंद केजरीवाल को एक्सपोज किया है, उनकी करप्शन को, उनकी बैड गवर्नेंस को, और दिल्ली की जनता ने ये मन बनाया है कि इस बार सत्ता परिवर्तन करनी है और भारतीय जनता पार्टी पूर्ण बहुमत से दिल्ली में सरकार बनाएगी. ഹാട്രിക് ജയം സ്വപ്നം കണ്ടിറങ്ങിയ ആം ആദ്മി പാർട്ടിയുടെ വൻമരങ്ങളെ കടപുഴക്കിയത് BJP വിജയത്തിന്റെ മാറ്റുകൂട്ടി. ന്യൂഡൽഹി മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ എല്ലാമായ അരവിന്ദ് കെജ്രിവാൾ, ജഗ്പുരയിൽ പാർട്ടിയുടെ ബുദ്ധികേന്ദ്രം മനീഷ് സിസോദിയ തുടങ്ങിയവർക്ക് തോൽവി. കാൽക്കാജി മണ്ഡലത്തിൽ മുഖ്യമന്ത്രി അതിഷിയുടെ ജയം ആം ആദ്മി പാർട്ടിക്ക് ചെറിയ ആശ്വാസം മാത്രമാണ്. തോൽവിയുടെ പശ്ചാത്തലത്തിൽ മുതിർന്ന നേതാക്കൾ അരവിന്ദ് കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തി. आज दिल्ली के चुनाव के नतीजे आए हैं. जनता का जो भी निर्णय है, जनता का जो भी फैसला है, उसे हम पूरी विनम्रता के साथ स्वीकार करते हैं. मैं भारतीय जनता पार्टी को इस जीत के लिए बहुत बहुत बधाई देता हूं और मैं उम्मीद करता हूं कि जिस उम्मीद के साथ और जिस आशा के साथ लोगों ने उनको बहुमत दिया है. തുടർച്ചയായ മൂന്നാം വട്ടവും കോൺഗ്രസിന് സീറ്റൊന്നുമില്ല. തിരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന് പാഠമെന്ന് നേതാക്കൾ. I suppose they have voted for change. My congratulations to all those who have won. And for the rest of us, it just means we have to work harder and we have to stay there, be on the ground and be responsive to the people's issues. കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും കോട്ടകളിൽ BJP മുന്നേറ്റം നടത്തി. വീണ്ടും ഒരു ഭരണമാറ്റത്തിന് വേദിയായിരിക്കുകയാണ് രാജ്യ തലസ്ഥാനം. 27 വർഷങ്ങൾക്ക് ശേഷം BJPക്ക് ഭരണം. പിറന്ന മണ്ണിൽ ആം ആദ്മി പാർട്ടിക്ക് കാലിടറിയിരിക്കുന്നു. ദീർഘകാലത്തിന് ശേഷം എക്സിറ്റ് പോൾ സർവേകൾക്ക് വിശ്വാസ്യത വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഡൽഹി തിരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകത. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. ഡൽഹിയിലെ ആം ആദ്മി പ്രതിഭാസത്തിന് അന്ത്യം. അഴിമതി വിരുദ്ധ പ്രതിച്ഛായ നഷ്ടപ്പെട്ട ആം ആദ്മി പാർട്ടിയുടെ തലയെടുപ്പുള്ള നേതാക്കളെല്ലാം പരാജയം രുചിച്ചു. ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം കോൺഗ്രസിന്റെ സാന്നിധ്യവും ആപ്പിന് വിനയായി. അഴിമതി വിരുദ്ധ മുദ്രാവാക്യവുമായെത്തി 10 വർഷം കൊണ്ട് ദേശീയ പാർട്ടി പദവി സ്വന്തമാക്കിയ ആം ആദ്മി പാർട്ടി ഇത്തവണയും ഡൽഹി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് 50 ദിവസത്തെ ആദ്യ സർക്കാർ നൽകിയ സൌജന്യങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ്. മദ്യനയ അഴിമതിയെ രാഷ്ട്രീയ പകപോക്കലെന്നാരോപിച്ച ആം ആദ്മി പാർട്ടിക്ക് എന്നാൽ കെജ്രിവാളിന്റെ ആഡംബര വസതിയുടെ മാതൃകകളും 10 നുണകളുടെ ശബ്ദരേഖയുമായി BJP പ്രചാരണത്തിനിറങ്ങിയപ്പോൾ പ്രതിരോധിക്കാൻ ആയുധമില്ലാതായി. ചേരികളിലെ വോട്ടർമാർ പോലും ആം ആദ്മിയെ കൈവിട്ടു. പ്രതിച്ഛായ നഷ്ടപ്പെട്ട അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയുടെ ഭൂരിഭാഗം സ്ഥാപക നേതാക്കളും ഇത്തവണ കാലിടറിയപ്പോൾ ആരോപണ ശരങ്ങളേൽക്കാത്ത ഗോപാൽ റായ്ക്ക് ബാബർപൂരിൽ കാര്യമായ ക്ഷീണം തട്ടിയില്ല. മുഖ്യമന്ത്രി അതിഷിയും കൽക്കാജിയിൽ നിന്നും ജയിച്ചു കയറി. ആദായ നികുതി പരിധി വർദ്ധിപ്പിച്ചതും പ്രകടന പത്രികാ വാഗ്ദാനങ്ങളും സർക്കാർ ജീവനക്കാർ അടക്കം മധ്യവർഗത്തെ BJPക്കൊപ്പം നിർത്തി. കോൺഗ്രസിനെ വില കുറച്ചു കണ്ടത് കെജ്രിവാളിന് ന്യൂനപക്ഷ സ്വാധീന മണ്ഡലങ്ങളിൽ വിനയായി. വോട്ട് ഭിന്നിപ്പിന്റെ സാധ്യത മനസ്സിലാക്കിയ BJP പ്രചാരണ തന്ത്രങ്ങളിൽ സൂക്ഷ്മത പുലർത്തി. അഴിമതി കേസ് നേരിടുന്ന നേതാക്കളിൽ അമാനത്തുള്ള ഖാൻ മാത്രമാണ് ഇത്തവണ ചൂലടയാളത്തിൽ ജയിച്ചു കയറിയത്. എന്നാൽ പ്രാദേശിക സ്വാധീനമുള്ള സ്ഥാനാർത്ഥികളും ഔട്ടർ ഡൽഹിയിലെ മണ്ഡലങ്ങളും ആം ആദ്മിയെ ഇത്തവണയും നിലനിർത്തി. സൌജന്യങ്ങളിലൂടെ വിലക്കെടുക്കാൻ കഴിയുന്നവർ മാത്രമായി വോട്ടർമാരെ കുറച്ചു കാണരുത് എന്ന ശക്തമായ സന്ദേശം കൂടിയാണ് ഡൽഹിയിലെ ജനവിധി നൽകുന്നത്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. രാജ്യതലസ്ഥാനത്ത് കോൺഗ്രസ് വീണ്ടും നിലം പരിശായി. 70-ൽ ഒരിടത്തു മാത്രമാണ് കോൺഗ്രസ് രണ്ടാമതെങ്കിലും എത്തിയത്. സംഘടനാ ദൗർബല്യവും നേതൃത്വത്തിന് വ്യക്തമായ മുഖമില്ലാത്തതും ഉൾപ്പെടെ ഇന്ദ്രപ്രസ്ഥത്തിൽ തിരിച്ചുവരവിന് കോൺഗ്രസിന് ഇനി വെല്ലുവിളികൾ ഏറെ.
ഷീലാ ദീക്ഷിതിനു ശേഷം ഡൽഹിയുടെ മുഖമായി കോൺഗ്രസിന് ഉയർത്തിക്കാട്ടാനൊരു നേതാവില്ല. നേതൃസ്ഥാനത്ത് പലരെയും മാറ്റി പരീക്ഷിച്ചെങ്കിലും ആരും കളം പിടിച്ചില്ല. കയ്യകലത്തെ സംഘടനാ സംവിധാനമായിട്ടും 3 വട്ടവും സീറ്റുകൾ കിട്ടാതെ ഡൽഹിയിൽ നിസ്സഹായരാണ് കോൺഗ്രസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ നേതൃത്വത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ആപ്പുമായി ചേർന്ന് മത്സരിച്ചിട്ടും കാര്യമുണ്ടായില്ല. 70-ൽ ഒരിടത്ത് മാത്രമാണ് രണ്ടാമതെത്തിയത്. കസ്തൂർബ നഗർ മണ്ഡലത്തിൽ അഭിഷേക് ദത്താണ് 2ാം സ്ഥാനത്തെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഷീലാ ദീക്ഷിതിന്റെ കോട്ടയായിരുന്ന ന്യൂഡൽഹി മണ്ഡലത്തിൽ മകൻ സന്ദീപ് ദീക്ഷിതിനെ മത്സരത്തിനിറക്കിയെങ്കിലും ചലനമുണ്ടായില്ല. ഭാദലിയിൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് പരാജയപ്പെട്ടു. കൽക്കാജിയിൽ മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ അൽക്ക ലാംബ ദയനീയമായി കീഴടങ്ങി. 1.5 പതിറ്റാണ്ടോളം രാജ്യതലസ്ഥാനത്ത് അധികാരത്തിലിരുന്ന കോൺഗ്രസിനാണ് ഈ ദുർവിധി. വോട്ട് ശതമാനത്തിൽ പോലും കാര്യമായ നേട്ടമുണ്ടാക്കാനായില്ല. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ പ്രചരണത്തിനിറങ്ങിയെങ്കിലും കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് അതും സഹായിച്ചില്ല. പതിറ്റാണ്ടുകൾ ഡൽഹി ഭരിച്ച കോൺഗ്രസിന് രാജ്യതലസ്ഥാനത്തേക്ക് ഇനിയൊരു തിരിച്ചുവരവുണ്ടാകണമെങ്കിൽ ഒരൽപ്പം വിയർക്കേണ്ടി വരും. വിനീത VG 24 ഡൽഹി. ഡൽഹി ദുരന്തത്തിൽ നിന്ന് മുക്തമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിലേത് സാധാരണ വിജയമല്ല, ചരിത്ര വിജയമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അരാജകത്വം, ആഡംബരം, അഹങ്കാരം എന്നിവ പരാജയപ്പെട്ടു. കുറുക്കുവഴികളുടെ രാഷ്ട്രീയവും പരാജയപ്പെട്ടു. ഡൽഹിയുടെ വികസനം മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും BJP ആസ്ഥാനത്തെ അഭിസംബോധനയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. सामान्य विजय नहीं है. दिल्ली के लोगों ने आपदा को बाहर कर दिया. 1 दशक की आपदा से दिल्ली मुक्त हुई. साथियों, दिल्ली का जनादेश स्पष्ट है. आज दिल्ली में विकास, विजन और विश्वास की जीत हुई है. आज आडंबर, अराजकता, अहंकार और दिल्ली पर छाई आपदा की हार हुई. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഹിന്ദി ഹൃദയഭൂമിയിലാകെ BJP താമര വിരിയിച്ചപ്പോഴും പിടികൊടുക്കാതെ നിന്ന സംസ്ഥാനമാണ് ഡൽഹി. വമ്പൻ വിജയം നേടി നരേന്ദ്രമോദിയും BJPയും 2014 മുതൽ രാജ്യം ഭരിക്കുകയാണെങ്കിലും തലസ്ഥാന ഭരണം പിടിക്കാൻ പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു. 27 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് BJP വീണ്ടും ഡൽഹിയുടെ രാഷ്ട്രീയ മുഖമാകുന്നത്. ഡൽഹിയിൽ BJPയുടെ ഈ ആഘോഷത്തിന് 27 വർഷത്തെ കാത്തിരിപ്പുണ്ട്. കേന്ദ്രഭരണത്തിൽ BJPയുടെ സുവർണകാലത്തെല്ലാം മുഖം തിരിച്ചു നിന്ന ഡൽഹിയുടെ ചരിത്രം കൂടിയാണ് ഇപ്പോൾ മാറുന്നത്. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്തും പിന്നീട് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയപ്പോഴും ഡൽഹി ഭരിച്ചത് പ്രതിപക്ഷം. കഴിഞ്ഞ 10 വർഷമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കും സംസ്ഥാന ഭരണത്തിൽ ആം ആദ്മി പാർട്ടിക്കും വമ്പൻ ജയം നൽകുന്ന ഡൽഹി ജനതയുടെ വിധിനിർണയ രീതി ഇക്കുറി മാറി. രാജ്യത്തിന്റെ ഭരണം നേടിയിട്ടും മൂക്കിൻ കീഴിലെ ഡൽഹി ഭരണം പിടിക്കാനാകാത്തത് BJPക്ക് നാണക്കേടായിരുന്നു. രാഷ്ട്രപതി ഭവനും പാർലമെന്റും എല്ലാം ഉൾക്കൊള്ളുന്ന ന്യൂഡൽഹി മണ്ഡലത്തിൽ പോലും വിജയിച്ചത് മോദിയെ വെല്ലുവിളിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ. അഴിമതി വിരുദ്ധ മുഖമായി മാറി രാഷ്ട്രീയത്തിലെത്തിയ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ നടപടികളും BJPക്ക് അനുകൂലമായി. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അടക്കം ജയിലിലായപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ സംഘടനാശേഷി ദുർബലമായി. കേന്ദ്രഭരണത്തിന്റെ കരുത്തിൽ ഡൽഹി സർക്കാരിനെ BJP ഇല്ലാതാക്കുന്നു എന്ന ആം ആദ്മി പാർട്ടിയുടെ സഹതാപ പ്രചാരണവും ഏശിയില്ല. ഏറ്റവും ഒടുവിൽ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ആദായ നികുതി ഇളവും ഡൽഹി ജനതയെ സ്വാധീനിച്ചു. മധ്യവർഗത്തെ ചേർത്ത് നിർത്തുമെന്ന കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പ് ഈ വിഭാഗത്തിന് ഏറെ സ്വാധീനമുള്ള ഡൽഹിയിൽ പ്രതിഫലിച്ചു. കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യമാകെ തിരിച്ചടി നേരിട്ടപ്പോഴും ഡൽഹിയിലെ 7 മണ്ഡലങ്ങളും BJPക്കൊപ്പം നിന്നു. അപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം കൈവിടില്ല എന്നായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പ്രതീക്ഷ. മോദി തരംഗത്തിലും ഡൽഹിയിൽ കാലിടറിയ BJP 2.5 പതിറ്റാണ്ടിനു ശേഷം രാജ്യതലസ്ഥാനത്ത് അധികാരത്തിലെത്തിയതിന്റെ ആവേശത്തിലാണ്. വിനീത VG 24 ഡൽഹി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു പാർട്ടികൾക്ക് ദയനീയ പരാജയം. നോട്ടയ്ക്കും താഴെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ലഭിച്ച വോട്ട്. 8 മണ്ഡലങ്ങളിലാണ് രാജ്യതലസ്ഥാനത്ത് ഇടതു പാർട്ടികൾ കരുത്ത് തെളിയിക്കാനിറങ്ങിയത്. ഈ മണ്ഡലങ്ങളിൽ നോട്ടയ്ക്കും താഴെയാണ് ലഭിച്ച വോട്ട്. ഒരു മണ്ഡലത്തിൽ പോലും 1000-ന് മുകളിൽ വോട്ട് നേടാൻ ഇടതു പാർട്ടികൾക്കായില്ല. വികാസ്പുരിയിൽ മത്സരിച്ച CPI സ്ഥാനാർത്ഥിയും മലയാളിയുമായ ഷെജോ വർഗീസിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത്.
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇതുവരെയുള്ള കണക്ക് പ്രകാരം ഈ മണ്ഡലത്തിൽ CPI സ്ഥാനാർത്ഥിക്ക് 611 വോട്ട് ലഭിച്ചു. 1127 വോട്ടാണ് നോട്ടയ്ക്ക് ഇവിടെ ലഭിച്ചത്. 4 മണ്ഡലങ്ങളിലാണ് CPI മത്സരിച്ചത്. CPIM-ഉം CPIML-ഉം 2 വീതം മണ്ഡലങ്ങളിൽ മത്സരിച്ചു. കരാവൽ നഗറിൽ മത്സരിച്ച CPIM സ്ഥാനാർത്ഥി 457 വോട്ട് നേടി. ഇതാണ് CPIM-ന് കിട്ടിയ ഏറ്റവും വലിയ വോട്ട്. ഇവിടെ നോട്ടയ്ക്ക് 709 വോട്ട് ലഭിച്ചു. കോൺലിയിൽ മത്സരിച്ച CPIML-ന്റെ അമർജിത് പ്രസാദിന് കിട്ടിയത് 100 വോട്ട്. മൊത്തത്തിൽ 2638 പേരാണ് ഇടത് സ്ഥാനാർത്ഥികളിൽ വിശ്വാസമർപ്പിച്ചത്. ഈ മണ്ഡലങ്ങളിൽ നോട്ടയ്ക്ക് കിട്ടിയ ആകെ വോട്ട് 5883. ദ്വാരകയിൽ മത്സരിച്ച മലയാളിയായ പീപ്പിൾസ് ഗ്രീൻ പാർട്ടിയുടെ G തുളസീധറിന് കിട്ടിയത് 58 വോട്ടാണ്. റിസർച്ച് ഡെസ്ക് 24. ഉപതെരഞ്ഞെടുപ്പിൽ അയോധ്യയിലെ മിൽക്കിപ്പൂർ മണ്ഡലം തിരിച്ചുപിടിച്ച് BJP 60,000-ലധികം വോട്ടുകൾക്ക് സമാജ്വാദി പാർട്ടിയെ തോൽപ്പിച്ചു. തമിഴ്നാട്ടിലെ ഈറോഡ് ഈസ്റ്റിൽ DMK മിന്നും വിജയം സ്വന്തമാക്കി. ഡൽഹിയിലെ ആധികാരിക ജയത്തിനൊപ്പം BJPക്ക് ഇരട്ടി മധുരമായി അയോധ്യയിലെ മിൽക്കിപ്പൂർ മണ്ഡലത്തിലെ തിരിച്ചുവരവ്. രാമക്ഷേത്ര നിർമ്മാണത്തിനു ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ഇന്ത്യ സഖ്യം വമ്പൻ വിജയം നേടിയിരുന്നു. മിൽക്കിപ്പൂർ MLA ആയിരുന്ന SP-യുടെ ആവേശ് പ്രസാദ് MP ആയപ്പോൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഏറെ പഴികേട്ടതാണ്. ഉപതെരഞ്ഞെടുപ്പിൽ ആവേശ് പ്രസാദിന്റെ മകൻ കൂടിയായ അജിത് പ്രസാദിനെ 60,000-ലധികം വോട്ടിന് തകർത്താണ് BJP പകരം വീട്ടിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി ചന്ദ്രബാബു പാസ്വാന്റെ തെരഞ്ഞെടുപ്പിന് നേരിട്ട് ചുക്കാൻ പിടിച്ച യോഗി ആദിത്യനാഥിന് തന്റെ പ്രതാപത്തിന് ഒട്ടും കുറവുണ്ടായിട്ടില്ലെന്ന് തെളിയിക്കാനുമായി. ജയത്തോടെ അയോധ്യ മണ്ഡലത്തിൽ BJPക്ക് സമ്പൂർണ്ണ ആധിപത്യമായി. UP-യിൽ മിഷൻ 2027-മായി മുന്നോട്ടു പോകുന്ന ഇന്ത്യ സഖ്യത്തിന് ചുവട് മാറ്റേണ്ടി വരും. പ്രധാന പ്രതിപക്ഷ പാർട്ടികളൊന്നും കളത്തിലിറങ്ങാതിരുന്ന തമിഴ്നാട്ടിലെ ഈറോഡ് ഈസ്റ്റ് ഉപതെരഞ്ഞെടുപ്പിൽ DMK ഏകപക്ഷീയമായ വിജയം സ്വന്തമാക്കി. 70%-ലധികം വോട്ട് നേടിയാണ് ചന്ദ്രകുമാർ ജയിച്ചു കയറിയത്. എതിരാളികളായിരുന്ന നാം തമിഴർ കക്ഷിക്ക് വോട്ട് വിഹിതം ഉയർത്താനായി. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് എസ്റ്റേറ്റ് ഏറ്റെടുക്കലിലെ ആശയക്കുഴപ്പം നീങ്ങി. കോടതി ഉത്തരവ് പാലിച്ച് നഷ്ടപരിഹാരം നൽകി എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ തീരുമാനമായി. എസ്റ്റേറ്റിന് നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുക്കും. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഫെബ്രുവരി അവസാനത്തോടെ പൂർത്തിയാക്കും. മാർച്ച് ആദ്യവാരം ടൗൺഷിപ്പിന് തറക്കല്ലിടും. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പണം നൽകി ഏറ്റെടുത്താൽ ഇത് സർക്കാർ ഭൂമിയാണ് എന്നാണ് സർക്കാരിന്റെ വാദം. ഈ ഹാരിസൺ അടക്കമുള്ള എസ്റ്റേറ്റുകൾ ഗവൺമെന്റിൻ്റെതാണ്, പട്ടക്കരാർ ലംഘിച്ചതാണ് എന്ന വാദം നിലനിൽക്കുന്നുണ്ട് കോടതിയിൽ. അതിനിടെയാണ് പണം കൊടുത്തത് ഏറ്റെടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് നിയമോപദേശത്തിന് ശേഷമാണോ ആ തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർക്കാർ എത്തിയിരിക്കുന്നത്? വിജയകുമാർ, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസത്തിനായി മേപ്പാടിയിലെ നെടുമ്പാല എസ്റ്റേറ്റും കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റും ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ എസ്റ്റേറ്റ് ഉടമകൾ കേസിന് പോയി. എന്നാൽ കേസിൽ സർക്കാരിന് അനുകൂലമായി വിധിച്ചു. ഈ 2 എസ്റ്റേറ്റുകളും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് കോടതി ഉത്തരവ് നൽകി. എന്നാൽ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ഇങ്ങനെ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനെ ചൊല്ലിയാണ് സർക്കാരിന് ആശയക്കുഴപ്പമുണ്ടായത്. സാധാരണ കേസിൽപ്പെട്ട ഭൂമി ഏറ്റെടുക്കുമ്പോൾ ആ കേസുള്ള കോടതിയിൽ പണം കെട്ടിവെക്കുകയും കേസിൻ്റെ അന്തിമ തീർപ്പിന് വിധേയമായി ആ പണം ആർക്കാണോ കേസ് അനുകൂലമാകുന്നത് അവർക്ക് നൽകുകയും ചെയ്യുന്നതാണ് നിലവിലുള്ള കീഴ്വഴക്കം. എന്നാൽ നഷ്ടപരിഹാരം നൽകണമെന്ന ഉത്തരവ് അതൊരു തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കുമോ, ഇത് നിയമപരമായി പിൻബലമുണ്ടോ എന്ന തരത്തിലുള്ള കുഴപ്പങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് AG അടക്കമുള്ളവരോട് നിയമോപദേശം ചോദിച്ചു. എന്നാൽ കോടതി വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി പഠിച്ചപ്പോൾ അതിലെ ആശയക്കുഴപ്പം നീങ്ങി എന്നാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. നെടുമ്പാല എസ്റ്റേറ്റും എൽസ്റ്റൺ എസ്റ്റേറ്റും ഏറ്റെടുക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോകും. ഉടമകൾക്ക് ഭൂമി വിലയും ഒപ്പം തന്നെ ഭൂമിയിലെ ചമയങ്ങൾ അഥവാ കെട്ടിടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള വിലയും നൽകി നഷ്ടപരിഹാരമായി നൽകി ഈടാക്കുന്ന തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്ന നടപടികൾ ഫെബ്രുവരി മാസം കൊണ്ട് പൂർത്തിയാക്കും. മാർച്ച് ആദ്യവാരം 2 ടൗൺഷിപ്പുകളുടെയും തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച് നിർമ്മാണം തുടങ്ങാനാണ് സർക്കാർ തീരുമാനം. 1 വർഷം കൊണ്ട് ടൗൺഷിപ്പുകൾ നിർമ്മാണം പൂർത്തിയാക്കി പുനരധിവാസം പദ്ധതികൾ പൂർത്തിയാക്കണം എന്നാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. ഒറ്റ കൊല്ലം കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ കഴിയുന്നത് എന്ന് കണക്കിലെടുത്താണ് മാർച്ച് ആദ്യവാരം തന്നെ തറക്കല്ലിടലുമായി മുന്നോട്ട് പോകുന്നത്.
യെസ്, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഉടമകൾക്ക് നഷ്ടപരിഹാരം നേരിട്ട് നൽകും, അത് കോടതിയിൽ കെട്ടിവെക്കലല്ല എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. മാർച്ച് ആദ്യം തന്നെ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങും. അടുത്ത വർഷം അത് പൂർത്തിയാക്കി ഉടമകൾക്ക് വീടുകൾ നൽകുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതിന് വേഗത്തിൽ തുടർ നടപടിയിലേക്ക് പോകാനാണ് ഇപ്പോൾ നിയമോപദേശവും ലഭിച്ചിരിക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴ തുടരും, ഇടവേളയ്ക്ക് ശേഷം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കിഫ്ബി റോഡുകളിൽ ടോൾ ഏർപ്പെടുത്തുന്നത് LDF ചർച്ച ചെയ്തതാണ് എന്ന കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം തള്ളുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പരാമർശവും ചർച്ചയും രണ്ടും രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി LDF കൺവീനറെ തിരുത്തിയത്. കിഫ്ബിയുടെ കടം വീട്ടാൻ കൃത്യമായ പദ്ധതികൾ വേണ്ടിവരുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. കിഫ്ബി റോഡുകളിൽ നിന്നുള്ള ടോൾ പിരിവ് LDF യോഗം ചർച്ച ചെയ്ത് അംഗീകരിച്ചതാണെന്നായിരുന്നു കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. ചർച്ച നടന്നിട്ടില്ലെന്നും പരാമർശം മാത്രമാണ് ഉണ്ടായെന്നുമുള്ള ഘടകകക്ഷികളുടെ പ്രതികരണം വന്നിട്ടും അദ്ദേഹം നിലപാട് ആവർത്തിച്ചിരുന്നു. എന്നാൽ ഘടകകക്ഷികളെ ശരിവെക്കുകയും കൺവീനറെ തിരുത്തുകയും ചെയ്യുന്നതാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. മുന്നണിയിൽ ഈ കാര്യം വിശദമായി ചർച്ച ചെയ്തിട്ടില്ല. മുന്നണി ധാരണയുണ്ട് എന്ന് പറയുന്നത്, അത് ധാരണയും ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് രണ്ടും രണ്ടല്ലേ? ഞാൻ പറഞ്ഞതാണ് ശരി. അതായത് മുന്നണിയിൽ വിശദമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാം. ടോൾ പിരിവിനോട് പൊതുവിൽ യോജിപ്പില്ലെന്നറിയിച്ച MV ഗോവിന്ദൻ കിഫ്ബിയുടെ വായ്പാ പദ്ധതി തീർക്കാൻ കൃത്യമായ പദ്ധതികൾ കൂടിയേ തീരുമെന്നും വിശദീകരിച്ചു. 90,000 കോടി രൂപയുടെ പദ്ധതി മിക്കവാറും കടം ഉൾപ്പെടെയല്ലേ എടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ കടം എങ്ങനെയാണ് വീട്ടിൽ തീർക്കുക എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയേണ്ടി വരും. അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തൊക്കെ വേണം, ഏതൊക്കെ തലം വേണം, അത് കിഫ്ബിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എല്ലാം ആലോചിച്ച് ആവശ്യമായ തീരുമാനമെടുക്കുക. കിഫ്ബി റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കുന്നത് മുന്നണിയിൽ ചർച്ച ചെയ്യുമ്പോൾ CPM നിലപാടും വ്യക്തമാക്കുമെന്നും MV ഗോവിന്ദൻ അറിയിച്ചു. 24 തിരുവനന്തപുരം. CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ എതിർപ്പിനിടയിലും എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ടു പോകുമെന്ന് ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭൂമി തരം മാറ്റൽ അനുമതി നിഷേധിച്ചത് CPIയുടെ എതിർപ്പായി കാണുന്നില്ല. തടസ്സമായ ഘടകങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചർച്ച ചെയ്ത് മുന്നോട്ടു പോകുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. മുന്നണിയിലെ ഘടകകക്ഷികളുടെയും പ്രതിപക്ഷത്തിന്റെയും എതിർപ്പുണ്ടെങ്കിലും എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്നാണ് CPIMന്റെ നിലപാട്. അതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയിലൂടെ പുറത്തുവരുന്നത്. RJDയും അതുപോലെ തന്നെ ആര് പറയുന്നതുമല്ല പ്രശ്നം. ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു, ആ ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകും. തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അവരെല്ലാമായിട്ട് ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനമെടുക്കും. മദ്യനിർമ്മാണശാലയുടെ സംരംഭകരായ കമ്പനിയുടെ ഭൂമി തരം മാറ്റൽ അപേക്ഷയിൽ റവന്യൂ വകുപ്പ് സ്വീകരിച്ച എതിർ നിലപാട് CPIയുടെ എതിർപ്പായി CPM കാണുന്നില്ല. റവന്യൂ അവിടെ ഉദ്യോഗസ്ഥന്മാരെടുത്തൊരു നിലപാട് CPIയുടെ എതിർപ്പായിട്ട് കാണേണ്ട കാര്യം എന്താ ഉള്ളത്? ഭൂമി തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ചില സ്ഥലം അത്രയേ ഉള്ളൂ. അത് വന്നാൽ തന്നെ 4 ഏക്കറിലധികം വരില്ല. അത് സംബന്ധിച്ച് ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കാമല്ലോ LDF ഗവൺമെന്റിന്. പ്രതിപക്ഷം പദ്ധതി എതിർക്കുന്നതിന് പിന്നിൽ സ്പിരിറ്റ് മാഫിയാണെന്നും CPIM ആരോപിക്കുന്നു. സ്പിരിറ്റ് ഉൾപ്പെടെയുള്ള ലോബികൾ അതിനെതിരായിട്ട് ശക്തിയായിട്ട് മുമ്പോട്ടേക്ക് വരുമെന്നുള്ളത് അന്നേ അറിഞ്ഞതുമാണ്. ഇനിയും അത് തന്നെയാണ് പറയാനുള്ളത്. ഈ മാസം 19 ചേരുന്ന LDF നേതൃയോഗം മദ്യനിർമ്മാണശാല വിവാദം ചർച്ച ചെയ്യാനിരിക്കെയാണ് CPIMന്റെ നിലപാട് പ്രഖ്യാപനം എന്നത് ശ്രദ്ധേയമാണ്. 24 തിരുവനന്തപുരം. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.